ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരമുള്ള ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എന്തൊക്കെയാണ് ഈ മാവ് വെച്ച് ചെയ്യണമെന്നായിരിക്കുമല്ലോ എല്ലാവരും ചിന്തിക്കുന്നത്. പറഞ്ഞു തരാമേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ മാവ് അരയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ മിക്സിയുടെ ജാറ് നമ്മൾ ക്ലീൻ ആണോ, ജസ്റ്റ് നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും കഴുകണ്ടാവുക. ആക്ച്വലി സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകണ്ട. നമുക്ക് ഈ ബ്ലേഡും വാഷറും എല്ലാം നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കൈ വെച്ച് കഴുകിയാലും അതിൻ്റെ ആ സ്ക്രൂയുടെ നട്ടിൻ്റെ അവിടെയൊക്കെ എന്തായാലും കുറച്ച് മാവ് എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം ജസ്റ്റ് ബ്ലേഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സി ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഓടിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലുള്ള എല്ലാ വേസ്റ്റുകളും വാഷറിൻ്റെയും എല്ലാ വേസ്റ്റുകളും നമുക്ക് ആ വെള്ളത്തിലൂടെ കിട്ടും കേട്ടോ. ഈ അറിവ് എനിക്ക് അമ്മ പറഞ്ഞതെന്നാണ്. ആദ്യമൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ സോപ്പ് വെച്ചിട്ട് ജസ്റ്റ് കഴുകൊക്കെ വിടുമായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് അത്ര ക്ലീൻ ആയിട്ടൊന്നും തോന്നാറില്ലായിരുന്നു. ഇങ്ങനെ ചെയ്ത് നോക്കിയ ശേഷം നമുക്ക് നന്നായിട്ട് അതിൻ്റെ വേസ്റ്റ് വരാറുണ്ട്. ഇതിലിപ്പോൾ അധികം വേസ്റ്റ് കാണില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മാവ് അരച്ച് കഴിഞ്ഞിട്ട് ഇത് എടുത്ത് വയ്ക്കുമ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് ചെയ്യാറ് കേട്ടോ. അത് കാരണം ഇതിൽ അത്ര ഇല്ല. പക്ഷെ എനിക്ക് ഫസ്റ്റ് സമയത്ത് ചെയ്തപ്പോൾ ഫുള്ള് മാവിൻ്റെ പീസസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിപ്പോൾ മാവ് അരയ്ക്കാൻ നിന്നപ്പോൾ വിചാരിച്ചു എനിക്കറിയുന്ന അറിവ് ഒരാളിലേക്കും കൂടെ പകർത്താലോ എന്ന്. അങ്ങനെ ഒരാളെങ്കിലും ഒരാൾ ഇത് നല്ല അറിവാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ അത്ര വേസ്റ്റ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഈ വെള്ളം ഒഴിച്ച് കളയാം. പിന്നെ ഇതാണ് എൻ്റെ ആദ്യത്തെ ടിപ്പ് കേട്ടോ. ഇത് എത്ര പേർക്ക് അറിഞ്ഞാലും അത്രയും സന്തോഷം. നമുക്ക് ഒരു അറിവ് ഒരാൾക്ക് പകരാം എന്നൊരു ആഗ്രഹം മാത്രം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാവേ. പിന്നെ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ടിപ്സ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഡെയിലി ലൈഫെല്ലാം ഈസിയായി മാറുമല്ലോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മാവെല്ലാം അരച്ച് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പാകം എത്തിയെന്ന് നമുക്ക് അറിയില്ലല്ലോ. മാവ് ഓക്കെ ആണോ സെറ്റാണോ എന്ന്. അപ്പോൾ നമ്മൾ മാവ് അരച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും. ഒരു ബൗളിൽ ഇതേപോലെ വെള്ളം എടുത്ത് വയ്ക്കാം. വെള്ളം എടുത്തിട്ട് ഒരു തുള്ളി മാവ്, ഇപ്പോൾ ഞാനത് ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കുക കേട്ടോ. അതായത് എൻ്റെ ഓക്കെ ആണോ എന്ന് നിങ്ങൾക്ക് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഓക്കെ ആണ്. ആക്ച്വലി ഇത് ഇട്ട് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ആലോചിച്ചത് അയ്യോ ഈ ടെസ്റ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും ഇത് മാവ് കയ്യിലിങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ കുറച്ച് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട ഉടനെ തന്നെ അത് പൊങ്ങി വരികയാണ്, താഴെ പോയി കിടക്കുന്നില്ല. പൊങ്ങി നിൽക്കുകയാണെങ്കിൽ മാവ് കറക്റ്റ് പരുവായി എന്ന് മനസ്സിലാക്കാം കേട്ടോ. അതെ, ഇട്ട ഉടനെ തന്നെ അത് പൊങ്ങി വന്നില്ലേ. അപ്പോൾ ഇതുപോലെ ആണെങ്കിൽ നമ്മുടെ മാവ് കറക്റ്റ് പാകമായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അരപ്പ് നിർത്തിയിട്ട് പിന്നെ നമുക്കത് പകർത്തി വയ്ക്കാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഈ രണ്ട് ടിപ്പും എൻ്റെ അമ്മ പറഞ്ഞു തന്നെ തന്നെയാണ്. അപ്പോൾ അത് ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് എന്തായാലും ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ എൻ്റെ അറിവ് നിങ്ങളിലേക്ക് പകരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മാവ് പാത്രത്തിലേക്ക് പകർത്തുന്നു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താണെന്നറിയോ, നന്നായിട്ട് കൈ ഹാൻഡ് വാഷ് ഇട്ട് കഴുകുക. അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ മാവ് നന്നായിട്ട് കൈയിട്ട് ഇളക്കണേ. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ക്ലൈമറ്റ് അനുസരിച്ച് മാവ് പുളിച്ച് കിട്ടാറില്ല. അപ്പോൾ കൈ നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതേപോലൊരു പരിപാടി കേട്ടോ. ഇതിങ്ങനെ ചോക്ലേറ്റിൻ്റെ ലെയറൊക്കെ വീണ പോലെ എനിക്ക് കുറച്ച് നേരം മാവിലിങ്ങനെ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ലെയറായിട്ട് വരുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാമേ. ബൈ, താങ്ക് യു.